നമസ്കാരം, വെൽക്കംസ് ടു സൂപ്പർ നോട്ട്സ്. RRB NDPCയുടെ CBT 1 എക്സാമിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എങ്ങനെയായി നിങ്ങളുടെ പ്രിപ്പറേഷൻ? നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സിനാണ് ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ടി, എങ്കിലല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ, കൃത്യമായിട്ടുള്ളൊരു മാർക്ക് സ്കോർ ചെയ്ത് CBT 1 എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മക്കളെ, അതിനു വേണ്ടി ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതൊക്കെ ടോപ്പിക്സിനാണ് നിങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? റിവിഷന് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്? ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം റിവിഷൻ ചെയ്യാൻ? ഞാൻ ഈ പറയുന്ന ടോപ്പിക്സുകൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CBT 1 എക്സാമിനേഷന് നല്ലൊരു അഡ്വാൻറ്റേജ് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോകാം. മക്കൾ, ഈ ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷൻ പ്ലാൻ ആണ്. നമുക്കറിയാം, എക്സാമിനേഷൻ നമുക്ക് ഒരു ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കാം. ജൂൺ ആദ്യം സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അങ്ങനെ ഒരു നോട്ടീസ് വന്നു, നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് മെയ് മാസം 15 തൊട്ട് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. ഇനി നമ്മുടെ മുൻപിൽ ഏകദേശം ഒരു 1.5 മാസം സമയം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് ഒരു 45 ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ അപ്രോച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് ട്രയാങ്കിൾ അപ്രോച്ച് എന്ന് പറയാം? ഓക്കെ, ഒരുപാട് സ്റ്റുഡൻസ് പയറ്റി തെളിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിജയം കണ്ടിട്ടുള്ള ഒരു അപ്രോച്ചാണ് ട്രയാങ്കിൾ അപ്രോച്ച് എന്ന് പറയുക. അതായത് ട്രയാങ്കിളിൻ്റെ 3 മൂലകളുള്ളതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു 3 കണക്ഷൻ പോയിന്റുകൾ പറയുകയാണ്. ഒന്ന് സ്റ്റഡി, ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. മക്കളെ, നിങ്ങൾ എല്ലാവരും കുറേ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കുറേ നാളുകളായിട്ട് പഠിക്കുന്നുണ്ട്. എത്രത്തോളം പ്രോപ്പർ ആയിട്ടുണ്ട് എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇനിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പഠനം അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ കോർണർ എന്ന് പറയുന്നത് അത് റിവിഷൻ ആണ്. നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾക്ക് വേണം. അപ്പോൾ റിവിഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് വലിച്ചു വാരി പഠിക്കാനായിട്ട് പറ്റുമോ? നമ്മൾ ഈ പഠിച്ചത് മുഴുവൻ നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റുമോ? മക്കളെ, ഒരു 6-7 മാസം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് വളരെ കുറച്ചൊരു 45 ദിവസം കൊണ്ട് വീണ്ടും റിവിഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും കോർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്ന ടോപ്പിക്കുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. മാത്സിലും റീസണിങ്ങിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് കൂടുതൽ ചോദിച്ചുള്ള ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതിനുശേഷം GK-യിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം. അല്ലാതെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം വായിച്ച് നോക്കി ഇനി പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് അല്ലേ? സിംഗിൾ വേർഡ്സ് ഉള്ള ക്വസ്റ്റൻസ് ആണ് വരിക. അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ്? ഓരോ ടോപ്പിക്കിന്റെയും ഏറ്റവും കോർ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് മക്കളെ സൂപ്പർ നോട്ട്സ്, മൈക്രോ നോട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൈക്രോ നോട്ട്സിന്റെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അമൽ സാറൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മൈക്രോ നോട്ട്സ് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റിയാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നല്ലൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു GK സബ്ജക്ട്സ് നേടിയെടുക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് റൗണ്ട് റിവിഷന് വേണ്ടിയിട്ട് മൈക്രോ നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം പ്രാക്ടീസ് ആണ്. കൃത്യമായിട്ടൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ ബാച്ചുകളിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള എന്തുണ്ടാവും? പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ആണോ ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്ന് പ്രീവിയസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. CBT 1 ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മക്കളെ, ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് നന്നായി നോക്കി പോവുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഇൻഡെപ്തിലേക്ക് പോയി അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് കൃത്യമായിട്ട് റിവിഷൻ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CBT 1 എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ദെൻ നിങ്ങൾ CBT 1 എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വരാം. പായോ? അതായത് ആദ്യം ഞാൻ മാത്തമാറ്റിക്സിനെ പറ്റിയിട്ടാണ് പറയുക. മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? മക്കൾ, ഏറ്റവും പ്രധാനമായിട്ടും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതലുള്ളത് നോക്കണം. ഓരോ എക്സാമുകൾക്കും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ മാർക്കുകൾക്ക് ചോദിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള റീജിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് മക്കളെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുക അല്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, ആ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അവിടെ നിന്ന് 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ ചോദിക്കാറുണ്ട്. ഒരു എക്സാമിന് 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ അതാണ്
ഒന്നാമത്തെ ടോപ്പിക് സിംപ്ലിഫിക്കേഷൻ. രണ്ടാമത്തെ ടോപ്പിക് നോക്കിയാൽ നമ്പർ സിസ്റ്റം. ആ നമ്പർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ LCMും അതേപോലെ തന്നെ HCFും ഒക്കെ കൃത്യമായിട്ട് നോക്കണം. അതേപോലെ ഡിവിസിബിലിറ്റി റൂള് നിങ്ങൾ കൃത്യമായിട്ട് ഡിവിസിബിലിറ്റി റൂള് മനസ്സിലാക്കിയിരിക്കണം. ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ നമ്പർ സിസ്റ്റത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ഓൾജിബ്ര 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഭാഗമാണ്. മെൻസുറേഷൻ 2 മുതൽ 3 വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ പെർസെൻറ്റേജ് നോക്കിയേ 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ മസ്റ്റായിട്ട് വരുന്ന ഒരു ഭാഗമാണ് പെർസെൻറ്റേജ് എന്ന് പറയുക. അവിടെ സിമ്പിൾ ഷോർട്ട് കട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ. ദെൻ ബോർഡ് മാസ് റൂൾ കണ്ടോ കിടക്കുന്നേ, അത് സ്പെഷ്യൽ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഈ LCM HCF ഡിവിസിബിലിറ്റി ഒക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ് ഒരു എക്സാം പേപ്പറിൽ. അതേപോലെ തന്നെ ബോർഡ് മാസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ബോർഡ് മാസ് എന്ന് പറയാൻ പറ്റുമല്ലേ. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പൊ 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. ദെൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ 2 മുതൽ 3 ചോദ്യങ്ങൾ. ടൈം ആൻഡ് വർക്ക് 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. ദെൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. അപ്പം ഈ 10 ടോപ്പിക്സ് നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ റിവിഷൻ ചെയ്ത് നിർത്തോണം. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്തോണം. ബാക്കി ടോപ്പിക്സുകളൊന്നും റിവിഷൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ റിവിഷൻ ചെയ്തോ. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഈ ടോപ്പിക്സ് അവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഈ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഓക്കെ അല്ലടാ? അപ്പം മാത്സിന്റെ റീജിയൻ നിങ്ങൾക്ക് മനസ്സിലായി, ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് മനസ്സിലായി. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര പഠിച്ചാലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സമയത്തെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സമയത്തെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് 30 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് വരിക, മാത്സിൽ നിന്ന് വരിക. ആകെ നിങ്ങൾക്ക് 100 ചോദ്യങ്ങൾ വരും. ആ 100 ചോദ്യങ്ങളിൽ 30 ചോദ്യങ്ങൾ മാത്സ് ആണ്, 30 ചോദ്യങ്ങൾ റീസണിങ് ആണ്, 40 ചോദ്യങ്ങൾ എവിടെ നിന്നാണ്, GKയിൽ നിന്നാണ്. ഇതിലെ 30 വെച്ച് 60 മാർക്കിന് എവിടെ നിന്നുണ്ട്, മാത്സ് റീസണിങ്ങിൽ നിന്നുണ്ട്. അതായത് കാൽക്കുലേഷൻ ചെയ്യേണ്ട 60 മാർക്കിന് ടോപ്പിക്, 60% ടോപ്പിക് ഉണ്ട്. ഇതിനെല്ലാം കൂടി കിട്ടുന്ന എത്രയാണ്, 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ് ആണ്. വെറും 1.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഒരുപാട് എടുക്കാതെ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാനായിട്ട് പറ്റണം. അവിടെ പ്രാക്ടീസിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. then അടുത്തൊരു ഭാഗത്തിലേക്ക് എത്തിയാൽ റീസണിങ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 30 മാർക്കിന്റെ ഒരു കോർ റീജിയൻ ആണ് റീസണിങ് എന്ന് പറയുക. റീസണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം 10 ടോപ്പിക്കുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ 10 ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒന്നാമത്തെ ടോപ്പിക്ക് പസിൽസ് ആണ്. 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വരാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പസിൽസ് എന്ന് പറയുന്നത്. ദെൻ സീരീസസ് നോക്കിയാൽ ഇത് നമ്പർ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സീരീസ് എന്ന് പറയുന്ന റീസണിങ്ങിലെ ഭാഗം 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഭാഗമാണ് റീസണിങ് എന്ന് പറയുക. ദെൻ അനലോഗി ആണെങ്കിലോ 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. ബ്ലഡ് റിലേഷൻ 3 ചോദ്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ. 3 ചോദ്യങ്ങൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമുകൾക്ക് വന്നിട്ടുണ്ട്. ദെൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും, 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. ഡയറക്ഷൻ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും, 2 ചോദ്യങ്ങൾ വരാറുണ്ട്. സിലോജിസം 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ ഉണ്ട്. ദെൻ വെൻ ഡയഗ്രം 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. അനലറ്റിക്കൽ റീസണിങ് ആയിക്കോട്ടെ 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. അപ്പോൾ ഈ 10 ടോപ്പിക്സ് ആണ് റീസണിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഭാഗങ്ങൾ. 30 മാർക്കാണ് ആകെ റീസണിങ്ങിൽ ചോദിക്കുക. ബാക്കി ടോപ്പിക്കുകൾ പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പഠിക്കണം. പക്ഷേ ഈ ടോപ്പിക്കുകൾക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ പ്രാക്ടീസ് ഈ ചോദ്യങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോടാ? ഓക്കെ ആണ്, ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ അടുത്ത ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ജനറൽ സയൻസ്, ഈ ജനറൽ സയൻസിൻ്റെ ഒരു ഭാഗം നമുക്ക് 40 മാർക്കിൻ്റെ GK ആൻഡ് കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ GK ആൻഡ് കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗത്തിനകത്തിൽ തന്നെ എന്തുമുണ്ട്, ജനറൽ സയൻസും ഉണ്ട്. അപ്പോൾ ജനറൽ സയൻസിന് ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തോണം. കാരണം പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ ജനറൽ സയൻസിൽ നിന്ന് ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരാറുണ്ട്. ഗ്രൂപ്പ് ഡിക്ക് ആണെങ്കിൽ ജനറൽ സയൻസ് 25 മാർക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജനറൽ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കണം. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ 13 ടോപ്പിക്സ് നോക്കണം. ക്ലാസിഫിക്കേഷൻ, ലൈഫ് പ്രോസസ്സ്, ആസിഡ്സ് ആൻഡ് ബേസസ്, ദെൻ സോഴ്സസ് ഓഫ് എനർജി, റീപ്രൊഡക്ഷൻ, ഇക്കോളജി, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കെമിക്കൽ റിയാക്ഷൻസ്,
ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഹീറ്റ്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ. ഈ പറയുന്ന ഭാഗങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഒരു വ്യക്തമായിട്ടുള്ള, ഒരു കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ജനറൽ സയൻസിന് കൊടുത്തിരിക്കണം. കാരണം ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരാറുണ്ട്, പ്രത്യേകിച്ച് ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തേക്കാം? ആ ടോപ്പിക്കുകൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഇവിടെയും നിങ്ങൾ പഠിക്കണം പ്ലസ് പ്രാക്ടീസ് ചെയ്യണം പ്ലസ് റിവിഷൻ ചെയ്യണം. അല്ലെ, ഇത് മൂന്നും കൃത്യമായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇവിടെ നിന്നൊരു അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആൻഡ് സയൻസിൽ പിന്നീടുള്ള സ്പോർട്സ്, കൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, പേഴ്സണാലിറ്റി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി, സ്ട്രാറ്റജിക്ക്. ഇതിലൊരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇവിടെ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഓരോ സബ്ജക്റ്റിൽ നമുക്ക് എന്ത് വരും? കറണ്ട് അഫെയർ വരും. ഈ ഓരോ സബ്ജക്റ്റിൽ നിന്ന് കറണ്ട് അഫെയർ വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 20 കറണ്ട് അഫെയർ ടോപ്പിക്സ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ഒരു റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ള ഒരു 20 കറണ്ട് അഫെയർ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക, നമുക്ക് അവിടെ വരുമ്പോൾ എന്ത് ചെയ്യാം? അതൊന്ന് ചർച്ച ചെയ്ത് പോവാം. ഓക്കെ അല്ലേടാ? അപ്പോൾ ഈ ഓരോന്ന് നോക്കി, കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, ഇഷ്ടംപോലെ എക്സാമുകൾക്ക് വരുന്ന ഭാഗമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, DPSP എന്ന് പറയുന്നത്. ദെൻ പ്രിയാമ്പിളും അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ അമെൻമെന്റുകൾ, 42nd അമെൻമെന്റ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്, പാർലമെന്റുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ അമെൻമെന്റ് പ്രൊസീജിയർ, ഇവിടെ തന്നെ നിങ്ങൾക്ക് എമർജൻസി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുകൂടി ഒന്ന് നോക്കി വെച്ചാൽ അടിപൊളിയായിരിക്കും, ഇഷ്ടംപോലെ മാർക്ക് വരുന്ന ഭാഗമാണ്. അതേപോലെ ഈ അമെൻമെന്റിൽ തന്നെ ലാസ്റ്റ് നടന്നിട്ടുള്ള അമെൻമെന്റുകൾ കേട്ടോ, 100 തൊട്ടുള്ള അമെൻമെന്റുകൾ ഉണ്ടല്ലോ, 106 വരെയുള്ള അമെൻമെന്റുകൾ, 42, 44, ദെൻ 24, ദെൻ 56, ദെൻ അതേപോലെ തന്നെ 52, 86, 93, 94, 91. ഈ അമെൻമെന്റുകളൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റുകളാണ് കേട്ടോ. 93, 94 അല്ല, 73, 74 കേട്ടോ. ഈ അമെൻമെന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ അമെൻമെന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നോക്കി വെച്ചേക്കാം. ദെൻ ഇക്കണോമിക്സിലേക്ക് വന്നാൽ ബേസിക്സ് ആൻഡ് കോൺസെപ്റ്റ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി പോലെയുള്ള കാര്യങ്ങൾ. ദെൻ ഇൻഫ്ലേഷൻ, മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, ഇന്ത്യൻ ഇക്കോണമിയിലെ നമ്മുടെ സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി, അതേപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ നമ്മുടെ നാഷണൽ ഇൻകം. ഈ ടോപ്പിക്സ് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? എക്കണോമിക്സിലെ ഈ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ മൗര്യ, ഗുപ്ത എംപയറുകളെ പറ്റി നിങ്ങൾ നോക്കിയിരിക്കണം. ദെൻ അതേപോലെ മുഗൾ എംപയറിനെ പറ്റിയിട്ടും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ പറ്റിയിട്ടും നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്, 1857 കലാപം, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്, മൊത്തത്തിലുള്ള ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റുകളുണ്ടല്ലോ, അതായത് ഗാന്ധിജി, മഹാത്മാഗാന്ധിയൊക്കെ വന്നതിന് ശേഷം ഗാന്ധി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്, ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള ടോപ്പിക്കുകളുണ്ട്, പക്ഷേ അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുകൾ പഠിക്കുന്നതിലൂടെ വാങ്ങിയെടുക്കാനായിട്ട് പറ്റും. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് വന്നാൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോടാ, ഹാർഡ്വെയർ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ, ഈ ഭാഗത്തിന് കൃത്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻ്റർനെറ്റ്, നെറ്റ്വർക്കിംഗ്, സൈബർ സെക്യൂരിറ്റി ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഫങ്ഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ഈ പുതിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഡേറ്റ പ്രൈവസി, എൻക്രിപ്ഷൻ, സൈബർ ലോസ് പോലെയുള്ള കാര്യങ്ങൾ, അവിടെയും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് IT-യുടെ കാര്യം. ദെൻ ജോഗ്രഫിയിലേക്ക് വന്നാൽ എർത്തിൻ്റെ സ്ട്രക്ചർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. വ്യക്തമായിട്ട് അവിടെയുള്ള ക്ലാസിഫിക്കേഷൻസ്, ഇപ്പം അറ്റ്മോസ്ഫിയറിൽ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, അറ്റ്മോസ്ഫിയറിനെ ട്രോപ്പോസ്ഫിയർ എന്നൊക്കെ തിരിക്കുന്നുണ്ട്, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ക്ലൈമറ്റിക് സോണുകളെ പറ്റി, വെതർ പാറ്റേണുകളെ പറ്റി, റിവേഴ്സിനെ പറ്റി അല്ലേ, റിവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിവേഴ്സിനെ പറ്റി, ദെൻ നാച്ചുറൽ വെജിറ്റേഷനെ പറ്റി, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതായത് മൗണ്ടെയിൻസ്, പ്ലേറ്റ്യൂസ്, പ്ലെയിൻസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ അല്ലടാ, ഇതാണ് ജോഗ്രഫിയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ സ്റ്റാറ്റിക് GK ആണെങ്കിലോ, വിവിധ രാജ്യങ്ങൾ, ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റലുകൾ, അവിടുത്തെ കറൻസീസ് ഏതൊക്കെയാണ്, അത് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഡേയ്സിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അവിടെയും നിങ്ങൾ നല്ലൊരു അഡ്വാൻറ്റേജ് നേടിയിരിക്കണം. ഫേമസ് ആയിട്ടുള്ള കുറേ ബുക്സ് ഉണ്ട്, അതിൻ്റെ ഓതേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ദെൻ നാഷണൽ എംബ്ലംസ് ഉണ്ടല്ലോ, നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെ നാഷണൽ എംബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ നാഷണൽ എംബ്ലം അത് നിർബന്ധമായി പഠിക്കണം. അതേപോലെ തന്നെ മറ്റു രാജ്യത്തെ നാഷണൽ എംബ്ലംസ് പഠിക്കുക. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ മൊണ്യൂമെൻറ്റുകളുണ്ട്, ഈ മൊണ്യൂമെൻറ്റുകൾ പഠിക്കാം. ദെൻ അതേപോലെ തന്നെ അവിടെ ഫ്ലോക്ക് ഡാൻസുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെച്ചേക്കണം കേട്ടോ. ഫോക്ക് ഡാൻസുകൾ, ചില പേഴ്സണാലിറ്റീസിനെ പറ്റി, ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഇനി കറണ്ട് അഫെയറിലേക്ക് വന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പല അപ്ഡേഷൻസുമുള്ള
കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അതിൽ ICC വേൾഡ് കപ്പ് 2025 നടന്നു, അതിൻ്റെ കാര്യം അറിയണം. ഇനി നടക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നൊബേൽ പ്രൈസ് 2025 നൊബേൽ പ്രൈസ് 2025 ഇനിയിപ്പോൾ നൊബേൽ പ്രൈസ് അല്ല, 2024 നൊബേൽ പ്രൈസ് വരാനുണ്ട്. അതിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2024 നൊബേൽ പ്രൈസ് അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ അതേപോലെ തന്നെ യൂണിയൻ ബജറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2025-26 പ്രഖ്യാപിച്ച യൂണിയൻ ബജറ്റ്. ദെൻ ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ഇപ്പോൾ കുറേ ചേഞ്ചുകൾ നൽകി അല്ലേ. റീപ്പോ റേറ്റ് വീണ്ടും 6.25 ആക്കി, അതിനെ വീണ്ടും 6% കുറയ്ക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങൾ, ആ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പുതിയ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങളെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഇന്ത്യയും US തമ്മിലുള്ള താരിഫ് റിലേഷൻസ്, കാരണം ഇപ്പോൾ ഇന്ത്യ US കുറേ അധികം താരിഫ് റേറ്റുകൾ പല രാജ്യങ്ങളും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ വേണം. ദെൻ ഇന്ത്യ UK പോലെയുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നെഗോസിയേഷൻസിനെ പറ്റി ഒരു ധാരണ വേണം. ലെജിസ്ലേറ്റീവ് റിഫോംസ്, ഇപ്പോൾ വഖഫ് ആക്ട് ഒക്കെ 2025 വന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ 2024 ആ ഒരു സമയത്ത് വന്നതാണ് 106ാമത്തെ ഭേദഗതി അല്ലേ, നാരി ശക്തി വന്ദൻ അധിനിയമം. അതിനെപ്പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടായിരിക്കണം. ക്ലൈമറ്റിക് ചേഞ്ചുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ചില ഇനിഷ്യേറ്റീവുകൾ. ദെൻ എഡ്യൂക്കേഷണൽ റിഫോംസ്, പല മാറ്റങ്ങൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉണ്ടാകുന്നുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി ധാരണ വേണം. മേജറായിട്ടുള്ള ഇലക്ഷനുകൾ, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുകൾ, ഗ്ലോബൽ ഇക്കണോമിക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ സമ്മിറ്റ്, ഇപ്പോൾ G20, COP30 പോലെയുള്ള സമ്മിറ്റുകളെ പറ്റിയിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സ്പേസ് മിഷൻസ് അല്ലേ, കുറേ അധികമുണ്ട്. ചന്ദ്രയാൻ മിഷൻ, നാസയുടെ മിഷൻസ്, നമ്മുടെ ഗഗൻയാൻ മിഷൻ പോലെയുള്ള പല മിഷനുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. മേജർ സ്പോർട്സ് ഇവൻറ്റുകൾ, ഇപ്പോൾ ഒളിമ്പിക്സ് 2024 നടന്നു, ഇനി നടക്കാനുള്ള കുറേ അധികം ഇവൻറ്റുകളുണ്ട്, നടന്ന ഇവൻറ്റുകളുണ്ട്. ആ ഇവൻറ്റുകളെ പറ്റി, അതിൻ്റെ വേദികളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. പിന്നെ എൻവയോൺമെൻറ്റൽ ഇക്കോളജിക്കൽ ഇഷ്യൂസ്, മേജറായിട്ടുള്ള ജുഡീഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസിഷൻസ് അറിയണം. ദെൻ മേജറായിട്ടുള്ള ചില ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകളെ പറ്റി അറിഞ്ഞിരിക്കണം. കൾച്ചറൽ ഇവൻറ്റുകൾ, അവിടുത്തെ അവാർഡുകളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. ഗ്രാമി അവാർഡ്, ബുക്കർ പ്രൈസ്, ഓസ്കാർ അവാർഡ് പോലെയുള്ള കാര്യങ്ങൾ. ദെൻ ഹെൽത്ത് ആൻഡ് പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഇനിഷ്യേറ്റീവ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കറണ്ട് അഫെയറിൽ നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം എല്ലാ സബ്ജക്റ്റുകളെ പറ്റിയിട്ടുമുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ ടോപ്പിക്സുകളാണ് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി ഇതിനൊരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാം. RRB NTPCയുടെ ക്രാഷ് ബാച്ച് ഇപ്പോൾ ലൈവാണ്. അവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ കിട്ടുമെന്നുള്ളതാണ്. ബാക്കി ആരും തരാത്ത ഒരു ഫെസിലിറ്റിയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അതായത് ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ കിട്ടും. ദെൻ മലയാളത്തിലാണോ പഠിക്കേണ്ടത് നിങ്ങൾക്ക് മലയാളത്തിൽ ക്ലാസ്സുകൾ കിട്ടും. അതേപോലെ തന്നെ CBT2-ൻ്റെ ഫുൾ ടോപ്പിക്കുകളുടെ കവറേജ് നമ്മൾ CBT2 നിങ്ങൾ CBT1 പാസ്സായി വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫുൾ കവറേജ് കിട്ടും ഇതേ ഒരു ബാച്ചിൽ തന്നെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് 150+ അവേഴ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. ദെൻ ലൈവ് സെഷൻസ് ഉണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അതായത് ടെക്നിക്കലി ഒരു പ്രശ്നമില്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ ലൈവ് സെഷൻസ് കിട്ടും കേട്ടോ. ഓരോ അധ്യാപകർ മാറി മാറി ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബാച്ചുകളിൽ ലൈവ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് കിട്ടും. അതേപോലെ തന്നെ മാത്സ്, റീസണിങ്ങിൻ്റെ ഫുൾ ടോപ്പിക് കവറേജ് ഉണ്ടാവും. GKയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് തരിക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മൈക്രോ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ റിവിഷന് വേണ്ടിയിട്ടുള്ള മൈക്രോ നോട്ട്സ് നിങ്ങളിലേക്ക് എത്തും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം വെച്ചുകൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കൂടുതൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന മൈക്രോ നോട്ട്സ്. ഏതാണ്ട് 400+ ടോപ്പിക്കുകളുടെ മൈക്രോ നോട്ട്സ് ആണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അതിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മൈക്രോ നോട്ട്സ് നമ്മുടെ ബാച്ചുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്, ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടാവും, പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാവും. ദെൻ പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആണ്. നിങ്ങൾക്ക് PDF പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിനായിട്ട് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. 8281223366 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. 8281223366 നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി സമയം കളയരുത്. നമ്മുടെ മുൻപ് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് നമുക്ക് CBT1 ക്ലിയർ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പോരാടാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ്. ഈ ടെസ്റ്റ് പാക്കിന് വെറും 250 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ടെസ്റ്റ് പാക്കിന് 250 രൂപയാണ് ഫീസായിട്ട് വരിക. അപ്പോൾ ഈ ടെസ്റ്റ് പാക്ക് ആവശ്യമായിട്ടുണ്ട് എങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. 250 രൂപ മാത്രമാണ് ടെസ്റ്റ് പാക്കിൻ്റെ വാല്യൂ. നിങ്ങൾക്ക് CBT1-നും CBT2-നും എന്ത് ചെയ്യാം? ടെസ്റ്റ് പാക്ക് ഉപയോഗിക്കാം. മുന്നോട്ട് വരുമ്പോഴത്തേക്കും കൂടുതൽ ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവൈലബിൾ ആകുന്നുണ്ട്. 350+ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ബാച്ചിന് വെറും 1999 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ക്രാഷ് ബാച്ച്, അതേപോലെ CBT2-ൻ്റെ ഫുൾ ക്ലാസ്സുകൾ കിട്ടുകയാണ്, മൈക്രോ നോട്ട്സ് കിട്ടുകയാണ്, ലൈവ് സെഷൻസ് കിട്ടുകയാണ്, മെൻറ്റർഷിപ്പ് കിട്ടുകയാണ്. വെറും 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ അവസരം ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തുക. ഒരിക്കൽ കൂടി പറയാം, 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.